ദശമഹാവിദ്യയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഋഷീശ്വരന്മാർ അവർക്കറിയാമായിരുന്നു 5 സെൻസസിൽ ഉള്ള മനുഷ്യജന്മത്തിൽ ഓരോ സമയങ്ങളിലും ഓരോ ഡിവൈൻ കോസ്മിക് കോൺഷ്യസ്നെസ് ആണ് ലൈഫിൻ്റെ പല പല ഘട്ടങ്ങളായിട്ട് ആക്സസ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയാമായിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഇൻസ്റ്റേബിൾ ആയിട്ട് കടവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് ചിലപ്പോൾ കുണ്ടലിനി യോഗ ചെയ്ത് സമാധിയിൽ പോകാനുള്ള ഒരു അവസ്ഥയല്ലായിരിക്കും. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാ സാറ്റിസ്ഫാക്ഷനും, എല്ലാം ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ, മെൻ്റൽ സാറ്റിസ്ഫാക്ഷൻ, മെറ്റീരിയൽ വെൽത്ത്, ഇതെല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ ഒരു സമാധി മാർഗം സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കും. ഇത് നമ്മളുടെ ഋഷീശ്വരന്മാർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് തന്ത്ര ടൂൾ ദശമഹാവിദ്യ പോലെയും ശ്രീവിദ്യ പോലെയുമുള്ള ഉപാസന മാർഗങ്ങൾ അവര് ഉണ്ടാക്കി നിർദ്ദേശിച്ചു തന്നു പോയിട്ടുള്ളത്. കഴിഞ്ഞ അധ്യായത്തിൽ ശ്രീവിദ്യയെപ്പറ്റി പറഞ്ഞുപോയി. ഇപ്പോൾ ദശമഹാവിദ്യ. ദശം നിങ്ങൾക്കറിയാം, 10 മഹാവിദ്യ. 10 മഹാവിദ്യ എന്ന് പറയുന്ന 10 പരാശക്തിയുടെ 10 ഫോമിനെ ഇൻവോക്ക് ചെയ്യുന്ന രീതിയാണ്. കാളി, താര, ത്രിപുരസുന്ദരി, ഭുവനേശ്വരി, ഭൈരവി, ചിന്നമസ്ത, ധുമാവതി, ബഗലാമോഹി, മാതങ്കി, കമലാത്മിക, ലക്ഷ്മി. ഇതാണ്. ഇത് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ചെയ്യാം, പിന്നൊന്ന് മെഡിറ്റേഷനിൽ. അത് സെയിം ഞാൻ ശ്രീവിദ്യയിൽ പറഞ്ഞ പോലെ തന്നെ. അതായത് സ്പിരിച്വാലിറ്റി ഒന്നും അറിയാൻ വയ്യാത്ത ഒരാൾക്കാണ് ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. മാല കെട്ടുന്നതും പൂജ ചെയ്ത് അലങ്കാരം ചെയ്ത് ഇതൊക്കെ അതിലേക്ക് എത്താനുള്ള ഒരു തന്ത്രമാർഗം മാത്രമാണ്. അതിൽ തന്നെ സ്റ്റക്കായി പോകുന്നവരുണ്ട്. അത് ഓരോ ആൾക്കാരുടെ കോൺഷ്യസ്നെസ് ലെവലിനനുസരിച്ച്. അപ്പോൾ ആർക്കും കയറി വരാൻ പറ്റുന്ന മാർഗങ്ങളാണിത്. ഈ റിസൈറ്റിങ്ങും ചാൻഡിങ്ങും എക്സ്റ്റേണലായിട്ട് ശ്രീചക്രം വെച്ച് ചെയ്യുന്നതും ഐഡിയൽ വർഷിപ്പും ഇതെല്ലാം. അതിൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മളുടെ ബോഡിയിലേക്കായി മെഡിറ്റേറ്റീവ് ലെവലിലേക്ക് വരണം. കഴിവതും മിക്ക ആൾക്കാരും ആ ഒരു ലെവലിലേക്ക് വരുന്നില്ല. അത് അവരുടെ സംസ്കാരമാണ്, അവരുടെ ലെവൽ ഓഫ് എവല്യൂഷനാണ്.
അപ്പം ബേസിക്കലി പറഞ്ഞു വരുന്നത് രണ്ടാണ്, റിസൈറ്റിംഗ് ആൻഡ് മെഡിറ്റേഷൻ. അതായത് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ആണ് ദശമഹാവിദ്യ ചെയ്യുന്നത്. 8 സിദ്ധികളും തരുന്ന വിദ്യയാണെന്നാണ് പറയപ്പെടുന്നത് ദശമഹാവിദ്യ. അനിമ, മഹിമ, ഗരിമ, ലഹിമ, പ്രാപ്തി, പ്രാകാമ്യ, ഈശിത്വ, വസിത്വ. 8 സിദ്ധികൾ. അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, അത് വേറൊരു വിഷയം. ദശമഹാവിദ്യ ഉപാസനയിലൂടെ എല്ലാ വിധത്തിലുള്ള കവചങ്ങളും സെക്യൂരിറ്റിയും നമുക്കുണ്ടാവും. വെൽത്ത്, സമ്പത്തും ഐശ്വര്യവും ആരോഗ്യവും കുടുംബത്തിലുള്ള ആ ഒരു ശാന്തി, ഫാമിലി പീസ്, ഇതെല്ലാം അച്ചീവബിൾ ആണ്. ദശമഹാവിദ്യ 10 താന്ത്രികമായിട്ടുള്ള ദേവീ സങ്കല്പത്തിനെ ആണ് ഇൻവോക്ക് ചെയ്യുന്നത്. ആദി പരാശക്തിയുടെ 10 ഭാവങ്ങൾ. അതിലൂടെ ലിബറേഷനും സ്പിരിച്വൽ പാത്തിലൂടെ ആ ഒരു സ്പിരിച്വൽ എൻലൈറ്റ്മെന്റും തരുന്ന വിദ്യയാണ് ദശമഹാവിദ്യ. ഇനി നമ്മൾ ഓരോ ചക്രകളിലേക്ക് വരുക. ഞാൻ പറഞ്ഞല്ലോ, ഇത് നിങ്ങൾക്ക് എക്സ്റ്റേണലായിട്ട് ചെയ്യാം, ഇന്റേണലായിട്ടും ചെയ്യാം. അതിപ്പോൾ ഏത് മാർഗരീതി ആയാലും, ഇതിപ്പം ശാക്തേയം മാത്രമല്ല, ഏത് മാർഗങ്ങൾ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ നമ്മളിപ്പോൾ ഒരു വിളക്ക് പോലും കത്തിച്ചു വെക്കേണ്ട കാര്യമില്ല. എതിർ അഭിപ്രായമുള്ളവരുണ്ടാവാം, എൻ്റെ അഭിപ്രായം പറഞ്ഞിട്ട് എല്ലാം നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ ചക്രങ്ങളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആരാണ്? കാളിയമ്മയാണ്. കാളിയമ്മ എന്തിനെയാണ് റിപ്രസെന്റ് ചെയ്യുന്നത്? ടൈമിനെയും ഡെത്തിനെയും, സമയത്തിനെയും മരണത്തെയും ആണ് കാളി റിപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ ഒരു ബയോളജിക്കൽ ഹാർട്ട് ഉണ്ട്. ബയോളജിക്കൽ ഹാർട്ട് ആണ് ഈ ടൈമിനെയും ഡെത്തിനെയും റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്ലെയർ വോയിന്റ്, അതായത് നമുക്ക് ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള 2 ഏരിയാസ് ഉണ്ട്. ഒന്ന് ത്രിനേത്രം, ത്രിപുടിയുണ്ട്. അതുകൂടാതെ ഒരു ക്ലെയർ വോയിന്റ് ഹാർട്ടും ഉണ്ട്, ഹാർട്ട് ചക്ര. പിന്നെ ഫസ്റ്റ് നമ്മൾ ഏത് സ്പിരിച്വൽ സാധന വന്നു കഴിഞ്ഞാലും ഫസ്റ്റ് പോകേണ്ട കാര്യമാണ് ഈഗോ എന്ന് പറയുന്ന കാര്യം. അത് പോകാതെ ആർക്കും ഒരിക്കലും സ്പിരിച്വൽ എൻലൈറ്റ്മെന്റ് ഉണ്ടാവില്ല, സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റും ഉണ്ടാവത്തില്ല. നമ്മൾ കാണുന്ന ഏത് വലിയ ഗുരുക്കന്മാർ നോക്കിക്കഴിഞ്ഞാലും അറിയാം, ഹൈലി ഈഗോയിസ്റ്റിക് ആണ്. ഇവരാരും സ്പിരിച്വൽ അല്ല, എല്ലാം പുറംമോടി മാത്രങ്ങളാണ്. എപ്പോൾ ഒരു ഗുരു നിങ്ങൾക്ക് ഒരു വൺനെസ് ആയിട്ട് ഫീൽ ചെയ്യുന്നു വിതൗട്ട് എനി ഈഗോ, അയാളുടെ ഉള്ളിലാണ് സ്പിരിച്വാലിറ്റി ഉള്ളത്. ചിലപ്പോൾ പുറമോടി കണ്ടു കഴിഞ്ഞാൽ അയാൾ സ്പിരിച്വൽ ആണെന്ന് മനസ്സിലാവത്തില്ല. അയാൾക്ക് കാഷായം ഉണ്ടാവത്തില്ല, രുദ്രാക്ഷം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾക്ക് ആ വൺനെസ് അവരുടെ അടുത്ത് ഫീൽ ചെയ്യുക. അങ്ങനെയുള്ളവരുടെ അടുത്ത് മാത്രം സ്റ്റിക്ക് ചെയ്യുക. ഓക്കെ, നമ്മളുടെ വിഷയത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ കാളിയാണ് ദശമഹാവിദ്യയുടെ ഫസ്റ്റ്. അത് തുടക്കം ഡിസ്ട്രോയ്സ് ഈഗോ കളയുക എന്നുള്ളതാണ്. അതില്ലാതെ ഒരിക്കലും പോവില്ല, ഒരിക്കലും മേളിലോട്ട് പോവില്ല. ഓക്കെ, അപ്പം കാളിയുടെ ആ ഒരു സാധന കൂടുതലും നമ്മുടെ ഹാർട്ട് ചക്രയെ എൻഹാൻസ് ചെയ്യുന്നു. നമ്മൾ ചക്രയിലേക്കാണ് വരുന്നത്. ആ ചക്ര എൻഹാൻസ് ചെയ്ത് നമ്മളുടെ ഈഗോ ഇതെല്ലാം ഇത് ഡിസ്ട്രോയ് ചെയ്ത് ക്ലെയർ വോയിന്റും അങ്ങനെയൊക്കെയുള്ള ഇതിൽ ബയോളജിക്കൽ ഹാർട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്റ്റാർട്ടിങ് പ്രോസസ്സാണ് കാളിയിലൂടെ. പിന്നെ വന്നിട്ട് താരാദേവി, താരാമ്മ.
അത് വിശുദ്ധമാണ്. ത്രോട്ട് ചക്രയാണ് കൂടുതൽ അത് എൻഹാൻസ് ചെയ്യുന്നത്. താരാമ റെപ്രസെന്റ് ചെയ്യുന്നത് ലിബറേഷനെയും, ലിബറേറ്റ് ചെയ്യാൻ, ഒരു മനുഷ്യന്റെ ലൈഫിന്റെ അവസ്ഥ എന്താണ്, അവന്റെ കാർമ്മികമായിട്ട് ഇതെന്താണ്, അതിനെ ബേൺ ചെയ്ത് അവനെ ലിബറേറ്റ് ചെയ്യുന്ന, അതിൽ നിന്ന് ആ ഒരു ജന്മ നിയോഗത്തിൽ എന്താണ് അവൻ അനുഭവിക്കുന്നത് അതിനെ ബേൺ ചെയ്ത്, ആ കർമ്മയെ ബേൺ ചെയ്ത് അവനെ ലിബറേഷൻ കൊടുക്കുന്ന ഒരു ആദിപരാശക്തിയുടെ ഫോമാണ് താരാമ എന്ന് പറയുന്നത്. അപ്പൊ താരാ സാധന വിശുദ്ധിയെയും നേവലേരിയയും രണ്ടിനെയും റെപ്രസെന്റ് ചെയ്യും. മണിപ്പൂരകവും വിശുദ്ധിയും രണ്ടും റെപ്രസെന്റ് ചെയ്യും. ഞാൻ ഇതിനു മുമ്പ് ഈ മ്യൂസിക് തെറാപ്പിയിലെ മ്യൂസിക്കിന്റെ സ്പിരിച്വൽ ആസ്പെക്ട് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറയുണ്ടായി, ഒരു രാഗം തന്നെ മൾട്ടിപ്പിൾ ചക്രാസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടെ താരാമ്മയുടെ ആ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് വിശുദ്ധിയും മണിപ്പൂരകവുമാണ്. അതിൻ്റെ മെറ്റീരിയൽ സൈഡ് വന്നിട്ട് നമ്മളുടെ സ്പീച്ച് പശ്യന്തി സ്പീച്ചിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നമ്മൾ ഇപ്പോൾ ഒരു അതോറിറ്റീവ് പൊസിഷനിലിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാളുടെ സ്പീച്ച് നല്ലതായിരിക്കണം, അയാളുടെ സംഭാഷണം നല്ലതായിരിക്കണം. ഒരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ അയാളുടെ സംഭാഷണം നല്ലതായിരിക്കണം. അല്ലെങ്കിൽ ഒരു ഗുരുവാണെന്നുണ്ടെങ്കിൽ സംഭാഷണം നല്ലതായിരിക്കണം. ഒരു രാഷ്ട്രീയക്കാരനാണെന്നുണ്ടെങ്കിൽ സംഭാഷണം നല്ലതായിരിക്കും. അപ്പൊ ത്രോട്ട് ചക്ര വിശുദ്ധിയും ഒരു പരിധി വരെ നേവൽ എന്ന് പറയുന്നത് കോൺഫിഡൻസും സെൽഫ് കോൺഫിഡൻസും അതും ഇതൊക്കെ പവറും ഒക്കെയാണ്. ഇതിനെ രണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നോക്കിക്കേ, എത്ര കെയർഫുൾ ആയിരുന്നു നമ്മളുടെ ഋഷീശ്വരന്മാർ. നമുക്ക് എന്താണ് വേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്നും എത്തിപ്പെടാതെ ചുമ്മാ ഇതിനെപ്പറ്റിയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെയാണ് നമ്മളുടെ ചുറ്റും നമ്മൾ കാണുന്നത് ഓൺ എ ഡെയിലി ബേസ്. എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ കണ്ടുപിടിച്ച് റെഡിമെയ്ഡായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളൊന്നും പോയി എവിടെയും തേടി വെക്കേണ്ട കാര്യമില്ല, എല്ലാം റെഡിമെയ്ഡാണ്. അതിലേക്ക് എത്തിപ്പെടുക മാത്രമാണ് നിങ്ങളുടെ താണ്. വേറെ ഒന്നും ചെയ്യണ്ട, എല്ലാം ഉണ്ട് ഇവിടെ. മൂന്നാമത്തെ ഇതിലേക്ക് വരുവാണെങ്കിൽ ത്രിപുര സുന്ദരി ഷോഡശി, അത് സഹസ്രാര ചക്രത്തിലാണ് ഇരിക്കുന്നത്. 1000 ഇതളുള്ള ആ പത്മത്തില് ത്രിപുര സുന്ദരി ഒരു രാജ്ഞിയെ പോലെ ഇരിക്കുകയാണ്, ക്വീൻ. അത് ബ്യൂട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നു. ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ ബ്യൂട്ടി മാത്രമല്ല, മൊത്തത്തിലുള്ള ഒരാളുടെ ചേതന, ചൈതന്യം, ഓറ, ഇതിൽ എല്ലാം വരും. അതിലൊരു ലോകം തന്നെ വരും. പ്രൊട്ടക്ഷൻ വരും, മെയിൻ്റനൻസ് വരും, അട്രാക്ഷൻ വരും, എല്ലാം വരും. അതാണ് ത്രിപുര സുന്ദരി മൂന്നാമത്തെ. 1000 പെറ്റൽ ലോട്ടസ് എന്നാ പറയും, 1000 ഇതളുള്ള ആ താമര. അത് നമുക്ക് കാണാൻ പറ്റും. സ്പിരിച്വൽ അവേക്കനിങ് ആയിട്ടുള്ളവർക്ക് അതറിയാം. നാലാമത് ഭുവനേശ്വരി, വേൾഡിന്റെ മദറാണ്, ലോകത്തിന്റെ, യൂണിവേഴ്സിന്റെ അമ്മയാണ്, ഈ ഭൂലോകത്തിന്റെ അമ്മയാണ്. അതും ഹാർട്ട് ചക്രയാണ്, അനാഹതമാണ് കൂടുതൽ ആക്ടിവേറ്റ് ആവുന്നത്. അപ്പം ഭുവനേശ്വരി എന്താണ്, കൂടുതൽ സ്പേസും ആ സ്പേസിലുള്ള നമ്മുടെ ആത്മാവിൻ്റെ ഒരു പോക്ക്, റെസൊണൻസ് എന്ന് പറയും. സ്പേസിനെ മാനേജ് ചെയ്യുന്നു. അതേത് സ്പേസും ആവാം. ഇപ്പൊ നിങ്ങൾ ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
അതിനെയാണ് സ്പേസ്, അല്ലാതെ മേളിലുള്ളത് മാത്രമല്ല സ്പേസ് എന്ന് പറയുന്നത്. എല്ലാം ഒരു സ്പേസിൽ അധിഷ്ഠിതമാണ്. ആ സ്പേസിനെ മാനേജ് ചെയ്യുന്ന ഒരു കോസ്മിക് കോൺഷ്യസ്നസ് ആണ് ഭുവനേശ്വരി അമ്മ എന്ന് പറയുന്നത്. സോൾ റെസിഡൻസ്, നമ്മുടെ സോളിന്റെ, നമ്മുടെ ആത്മാവിന്റെ പോക്ക്, പല പല വഴിയിലേക്കുള്ള ആത്മാവിന്റെ റെസൊണൻസ്, വൈബ്രേഷൻസ്, അതിനുവേണ്ടി ഒരു സ്പേസിനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ മാനേജ് ചെയ്യുന്നു. റെപ്രസെന്റ് ചെയ്യുന്നത് അനാഹത ചക്രമാണ്, ഹാർട്ട് ചക്രയാണ്. അടുത്തത് ഭൈരവി. ഭൈരവി എന്ന് പറയുന്നത് ഭുവനേശ്വരി ഒന്നുകൂടെ ഞാൻ പറയാമല്ലോ. ഹാർട്ട് ചക്രയാണ് മെയിൻ ആക്ടിവേഷൻ എന്നുണ്ടെങ്കിലും അതിന് മൂലാധാര ചക്രത്തിന്റെ ഒരു സ്റ്റാർട്ട് ആക്ടിവേഷനും കൂടെ ഉണ്ട്. മൂലാധാര ചക്രം ഭൈരവിയാണ്. എന്നിരുന്നാലും ഭുവനേശ്വരിക്ക് അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഉണ്ട്. ഇത് രണ്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ട് കിടക്കും. ഓക്കെ, ഭൈരവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഭൈരവി എന്ന് പറയുന്നത് ഭയങ്കര ഫെറോഷ്യസ് എനർജിയുള്ള ഇതാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും വേണം. ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഫെറോഷ്യസ്നെസ് വേണം. ഒരു ദുഷ്ടനെ നിഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഫെറോഷ്യസ്നെസ് വേണം. എല്ലാ കാര്യങ്ങളും വേണം. എല്ലാ ടൈപ്പ് എനർജിയും ആക്സസ് ചെയ്യാൻ പറ്റണം ലൈഫ്. അതായത് എർത്തലി ലൈഫിൽ 5 സെൻസസിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വേണം. അതാണ് ഹിന്ദുയിസത്തിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാ ഏരിയയും കവർ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു മെയ്ഡപ്പ് സ്റ്റോറി വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ബുക്കല്ല ഹിന്ദുയിസം ബേസ് ചെയ്യുന്നത്. നല്ലത് മാത്രം കാണിച്ച് പ്രൊജക്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്ത ഒരു റിലീജിയൻ അല്ല ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവൻ ദേവന്മാർക്ക് പറ്റിയ അമളികൾ വരെ പറയുന്നുണ്ട്. അത്രയ്ക്ക് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ് ഹിന്ദുയിസം എന്ന് പറയുന്നത്. ഭൈരവി അപ്പോൾ കുണ്ടലിനിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഭൈരവി എന്ന് പറയുന്നത് മൂലാധാരമാണ്. ഭൈരവി മൂലാധാരത്തിലാണ് ഇരിക്കുന്നത്. ഭൈരവിയുടെ വാസസ്ഥാനം മൂലാധാരമാണ്. അത് തന്നെയാണ് കുണ്ടലിനി എന്ന് പറയും. ഫെറോഷ്യസ് എനർജി. അടുത്തത് ചിന്നമസ്ത. ചിന്നമസ്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ പിക്ചർ നിങ്ങളുടെ മനസ്സിൽ വരും. ചിന്നമസ്തയുടെ സെൽഫ് ബിഹഡിങ്, തന്നെത്താനെ തലയിറക്കുന്ന ദേവിയാണ്. എന്നിട്ട് ആ തല കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അത് റെപ്രസെന്റേഷനാണ്. അത് അപ്വേർഡ് ഫ്ലോ ഓഫ് പ്രാണ, മേളിലേക്കുള്ള പല പല വായുക്കളുണ്ടല്ലോ, അതില് മേളിലേക്കുള്ള പ്രാണന്റെ ഫ്ലോയെ മാനേജ് ചെയ്യുന്നു ആ ഒരു കോൺഷ്യസ്നസ്. അത് നമ്മുടെ തേർഡ് ഐ ആജ്ഞചക്രയാണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ചിന്നമസ്ത. അടുത്തത് ധുമാവതി. ധുമാവതി ഹാർട്ട് ചക്രയാണ്. അഗെയിൻ കമ്മിങ് ബാക്ക്, ഹാർട്ട് ചക്ര ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആവുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ധുമാവതിയാണ്. അതായത് അപ്പോൾ ആ ഒരു മന്ത്രം തന്നെ ധം ധം ധുമാവതി ധാ ധ. ഓരോ ധായും പറയുമ്പോൾ നമ്മുടെ ഹാർട്ടിൽ ഇങ്ങനെ അടി കിട്ടും. നിങ്ങൾ പറഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അപ്പം ധുമാവതി റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വിഡോയാണ്. വിഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയും ഒക്കെ നമുക്ക് പറയാം. അതൊക്കെയാണ് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷൻ. അത് സിംബോളിക് റെപ്രസെൻറ്റേഷനിലൊന്നും ഡീറ്റെയിൽ പോകുന്നില്ല, അതൊരുപാട് സമയമെടുക്കും. ജസ്റ്റ് ബേസിക് പറഞ്ഞു. അപ്പം ധുമാവതി ഹാർട്ട് ചക്രയാണെന്ന് ഞാൻ പറഞ്ഞു. അത് കാർമിക് ആയിട്ടുള്ള ആ ഒരു അൺബേൺഡ് ആയിട്ടുള്ള കാർമിക് വോയിഡ് എന്നാ പറയുന്നത്, കാർമിക് വോയിഡ്. പിന്നെ പാസ്റ്റിലുള്ള, അതായത് നമ്മളുടെ ചെയ്തികൾ മുജ്ജന്മത്തിലാവാം, ഈ ജന്മത്തിൽ തന്നെ പാസ്റ്റിലുള്ള ചെയ്തികളെ
ഹാൻഡിൽ ചെയ്യുന്നു, അതിനെ എരിച്ചു കളയും പല രീതിയിൽ. അപ്പോൾ കൂടുതലും കർമ്മയാണ് ധുമാവതി റെപ്രസെന്റ് ചെയ്യുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദേവി ചൈതന്യമാണ് എൻ്റെ അഭിപ്രായത്തിൽ ധുമാവതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബഗലമുഖി. ബഗലമുഖിക്ക് 3 ആസ്പെക്ട്സ് ആണുള്ളത്. കൂടുതലും അത് അപ്പർ പ്ലേറ്റ്, അതിലാണ് കൂടുതലും അത് ചെയ്തു വരുന്നത്, അതിൻ്റെ ഇൻഡിക്കേഷൻ വരുന്നത്. ഒന്ന് ത്രോട്ട് ചക്രയാണ്, പിന്നൊന്ന് ഹാർട്ട് ചക്ര, അനാഹതം. ഇത് കൂടാതെ തന്നെ ഇന്ദ്രയോനി എന്ന് പറയുന്ന ഒരു ചക്രവും കൂടെ ഉണ്ട്. അതിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഈ 3 ചക്രങ്ങളാണ് ബഗലാമുഖി റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ബഗലാമുഖി എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് സ്പീച്ചിൻ്റെ ഒരു ആപ്ലിക്കേഷൻ അവിടെ വരുന്നുണ്ട്. സ്പീച്ച് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, സ്പീച്ച് താരാമ്മയുടെ ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വിശുദ്ധി ഡീറ്റെയിൽ ആയിട്ട് പോയത്. ഇവിടെ ഒരു പാർഷ്യൽ ആപ്ലിക്കേഷനാണ് ഇന്ദ്രയോനി. അത് നിങ്ങൾക്കറിയാം, അത് വേറൊരു സബ്ജക്റ്റാണ്, അത് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പോകുന്നില്ല ഇന്ദ്രയോനി. അതോടൊപ്പം തന്നെ ത്രോട്ട് ചക്ര, ഹാർട്ട് ചക്ര, ഇത് 3 കൂടെ സ്പ്ലിറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ബഗലമുഖിയുടെ. കൂടുതലും സ്പീച്ചിനെ, താരാമ്മയുടെ പറഞ്ഞ പോലെ തന്നെ സ്പീച്ചിനെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. പിന്നെ എന്ത് കാര്യങ്ങളും ചില നമ്മളുടെ ലൈഫിൻ്റെ ഘട്ടങ്ങളിൽ നമുക്ക് പാരലൈസ് ചെയ്യേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരും. അതിപ്പോൾ ഒരു കോർപ്പറേറ്റ് ലൈഫിലായാലും നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലായാലും ഒന്നും കൂട്ടിമുട്ടിക്കാതെ എല്ലാം വെൽബീയിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരവസ്ഥയുണ്ട് നമ്മളുടെ ലൈഫിൽ. അവിടെ കൂടുതലും ആപ്ലിക്കബിളായിട്ട് വരുന്ന ഒരു പരാശക്തിയുടെ ഒരു കോൺഷ്യസ്നെസ് ആണ് ബഗലാമുഖി എന്ന് പറയുന്നത്. അത് ഡീറ്റെയിൽഡാണ്, വളരെ ഡീറ്റെയിലുമാണ്. അത് കുറച്ച് സ്പിരിച്വൽ ഇൻ്റലിജൻസും കൂടെ വേണം. അത് ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കണമെന്നുണ്ട്. നമ്മളിപ്പോൾ ജസ്റ്റ് ബേസിക് പറഞ്ഞു പോകുന്നതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നെക്സ്റ്റ് വന്നിട്ട് നമ്മളുടെ എല്ലാം ഫേവറേറ്റ് മാതങ്കി, താന്ത്രിക് സരസ്വതി എന്നാണ് ഇതിന് പറയുന്നത്. താന്ത്രിക് സരസ്വതി തന്നെ പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. തന്ത്രയിലെ സരസ്വതിയാണ് മാതങ്കി. ഓഫ് കോഴ്സ് സ്പീച്ചും ആർട്സ്, കല, നോളജ്, മെയിൻ്റനൻസ്, സംസാര രീതി, സോഷ്യൽ ഇൻഫ്ലുവൻസ്, അട്രാക്ഷൻ, പ്രൊട്ടക്ഷൻ, കവചം, ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ള ഒരു കോമ്പിനേഷനാണ് മാതങ്കി എന്ന് പറയുന്നത്. ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ ചക്രയും മാതങ്കി ടച്ച് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് സഹസ്രാരം. എല്ലാ ചക്രയ്ക്കും അതിൻ്റെ ഇൻഫ്ലുവൻസ് വരുന്നുണ്ട്. അവസാനത്ത് വന്ന് കമലാത്മിക ലക്ഷ്മി എന്ന് പറയും. തന്ത്രയ്ക്ക് വെളിയിൽ ലക്ഷ്മി എന്ന് പറയും. കമലാത്മിക ലോട്ടസ്, അത് സമ്പത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, വെൽത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എല്ലാ ചക്രങ്ങളും ഫ്ലറിഷ് ചെയ്യുന്നു, മാതങ്കി പറഞ്ഞ പോലെ. അതുകൊണ്ടാണ് മാതങ്കിയും ലക്ഷ്മിയും ഇത്ര ഫേമസ് ആവാൻ കാരണം. എല്ലാ ചക്രങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഹാർട്ട് ചക്ര എടുത്തു കഴിഞ്ഞാൽ അത് കാളിയും ഭുവനേശ്വരിയും ധുമാവതിയുമാണ്. ആജ്ഞാചക്ര തേർഡായി എടുത്തു കഴിഞ്ഞാൽ ചിന്നമസ്തയും താരയുമാണ്. സഹസ്രാര ചക്ര ത്രിപുരസുന്ദരി ദ ക്വീൻ ആണ്, രാജ്ഞിയാണ്. മൂലാധാരം റൂട്ട് ചക്ര ഭൈരവിയാണ്.
അപ്പോൾ ഇത് ശ്രീവിദ്യയും ഈ ദശമഹാവിദ്യയും കൂടെ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രീവിദ്യയിൽ ഞാനത് പറഞ്ഞായിരുന്നു. ആദ്യം തന്നെ ഞാനത് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇതെല്ലാം സെയിം ആ ഒരു ഡിവൈൻ മദറിൻ്റെ പല പല ആപ്ലിക്കേഷൻസാണ്. ലളിതാംബിക, മഹാകാളി, പരാശക്തി. ഈ ഒരു കോൺഷ്യസ്നെസ്സാണ് ശ്രീചക്രയിലിരിക്കുന്നതും നമ്മുടെ ഉള്ളിലിരിക്കുന്നതും യൂണിവേഴ്സിലുള്ളതും. ഇതെല്ലാം ഈ ഒരു പരാശക്തിയുടെ ചൈതന്യമാണ്. അത് ഒരു സട്ടിലായിട്ട് പെട്ടെന്നൊന്നും ഇങ്ങനെ പോയി ഇത് ചെയ്യുന്ന ഒരു യക്ഷി വന്ന് പ്രത്യക്ഷപ്പെടുന്ന പോലല്ല ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് സട്ടിലായിട്ട് നമ്മളുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളാണിത്. അങ്ങനെ സ്ലോലി വർക്ക് ചെയ്ത് നമ്മളുടെ സാധനയുടെ പുരോഗതിക്കനുസരിച്ച് നമ്മളെ ഒരു സെൽഫ് റിയലൈസേഷനിൽ എത്തിക്കുന്നു. ഇതാണ് സംഭവം. ഇനി നമുക്ക് ഏതെല്ലാം പ്ലാനറ്റുകളാണ് ഓരോ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് ഓരോ വിദ്യയും ഒന്ന് നോക്കാം. ദശമഹാവിദ്യയും 9 പ്ലാനറ്റും. കാളി വന്നിട്ട് ശനിയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കാളി ബ്ലൂ, ഡാർക്ക് ബ്ലൂ റേസ് ആണ്. ബ്ലാക്ക് ഹോൾ, ഡാർക്ക് മാറ്റർ. മേഘവർണ്ണം എന്ന് പറയും. കറുത്ത കട്ട ബ്ലൂയിഷ് കറുപ്പ്, അതാണ് കാൾ. താരാമ വന്നിട്ട് ഗുരുവിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. മഞ്ഞ കളർ. ഷോഡശി വന്നിട്ട് മെർക്കുറിയാണ് റെപ്രസെന്റ്. ത്രിപുരസുന്ദരി. മെർക്കുറി എന്ന് പറയുന്നത് ഗ്രീൻ കളർ. ഭുവനേശ്വരി വന്നിട്ട് അമ്മയാണ്. മൂൺ, ചന്ദ്രൻ, വൈറ്റ്. ഭൈരവി നമ്മളുടെ ലഗ്നം തന്നെയാണ്. ഭൈരവി എന്ന് പറയുന്നത് നമ്മുടെ റൂട്ട് ലഗ്നമാണ്. അപ്പോൾ ലഗ്നത്തിൽ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആകെപ്പാടെ പ്രശ്നമുണ്ട്. അപ്പോൾ ആരെയാണ് പിടിക്കേണ്ടത്? ഭൈരവി. അമ്മ സംബന്ധമായിട്ട് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൂണാണ് പ്രശ്നം, ഭുവനേശ്വരി. നിങ്ങളുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ്. ആൾക്കാരൊന്നും നിങ്ങൾക്ക് വില തരുന്നില്ല, അതാണ് നിങ്ങൾ പറയുന്നതൊന്നും ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. ഷോഡശി. ദൈവാധീനം പോയി, ദൈവാധീനം ഇല്ല നിനക്കെന്നൊക്കെ പണ്ട് നമ്മുടെ മുത്തശ്ശിമാർ പറയുമ്പോൾ നമ്മൾ അവരെ കളിയാക്കുമായിരുന്നു. ഇത് തന്നെയാണ്, ഈ സയൻസ് തന്നെയാണ്, ഇത് സയൻസാണത്. ഷോഡശി വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ താരയും സാറ്റേൺ, കാളി. സാറ്റേൺ ദശയിലുള്ളവർ കാളിയെ പിടിച്ചേ മതിയാകൂ, എന്തുവാണെന്ന്. ഇല്ല, നല്ല പണി കിട്ടും. ഭൈരവി ഞാൻ പറഞ്ഞു, ടൈമും ലഗ്നവും ആണെന്ന് പറഞ്ഞു. പിന്നെ ചിന്നമസ്ത രാഹുവാണ്. രാഹു എവിടെ പോയിരിക്കുമോ അവിടെ പ്രശ്നം ഉണ്ടാവും. രാഹു ലഗ്നത്തിലിരിക്കുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ്. രാഹു 7-ലിരിക്കുവാണെന്നുണ്ടെങ്കിൽ മാരിറ്റൽ പ്രോബ്ലംസ്. 9, 10 ഒക്കെ ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ ജോബ് റിലേറ്റഡ് പ്രോബ്ലംസ്. അങ്ങനെയൊക്കെയുള്ള അതിനെ കൗണ്ടർ ചെയ്യാനാണ് ചിന്നമസ്ത. അപ്പം നിങ്ങൾ ദശമഹാവിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് ബാലൻസ് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്ത് ആ ഏരിയയിൽ പോയി വർക്ക് ചെയ്യും. ധുമാവതി വന്നിട്ട് കേതുവാണ്. ഇപ്പം നിങ്ങൾ ലഗ്നത്തിൽ കേതു, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് ധം ധം ധുമാവതി ധാത ഹൃദയത്തിൽ 2-3 അടിയൊക്കെ കൊടുക്കണം. ബഗലാമുഖി വന്ന് മാർസിൻ്റെ, കുജൻ്റെ ആപ്ലിക്കേഷൻ ബഗലാമുഖി. മാതങ്കി സൂര്യൻ, കമലാത്മിക ശുക്രൻ.
അപ്പം ഇപ്പം മനസ്സിലായല്ലോ മാതംഗിയും കമലാത്മികയും എന്തുകൊണ്ട് ഫേമസ് ആയെന്ന്. സൂര്യനും ശുക്രനുമാണ്. ഇത് രണ്ടും പോസിറ്റീവായിട്ടുള്ളവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഹൈ ലെവലാണ്. മനസ്സിലായില്ലേ? ദശമഹാവിദ്യ ഇന്ന് ഇത്രയേ ഉള്ളൂ. ടേക്ക് കെയർ.